ഹായ്, ഈ കുഞ്ഞിനെ കൈ കിട്ടിയ മൊമെന്റ് മുതൽ ഞാൻ ആലോചിച്ച ഇവനെ കൊണ്ട് ഉടനെ തന്നെ ഒരു ട്രിപ്പ് പോയാലോ. പക്ഷെ എവിടെ പോവും? അതായ അടുത്ത ചിന്ത. അപ്പൊ മൈൻഡിൽ വന്ന ഒരു ഐഡിയ ആണ്. എന്നാ പിന്നെ നാട്ടിലോട്ട് വിട്ടാലോ? ഓണമൊക്കെ അല്ലേ, എല്ലാം കൂടി അടിപൊളിയായിട്ട് ഇങ്ങ് പോരാ. പിന്നെ ഒന്നും നോക്കിയില്ല, ഉടനെ ഞാൻ സ്കാനർ എടുത്ത് അടുത്ത ദിവസങ്ങളുള്ള ചീപ്പ് ഫ്ലൈറ്റ്സ് ഏതൊക്കെയാന്ന് നോക്കി നാട്ടിലോട്ടൊരു ടിക്കറ്റ് ഞാൻ അങ്ങ് ബുക്ക് ചെയ്ത്. പോക്കായാലും വരവായാലും ഏറ്റവും വലിയ ഹെഡേക്ക് എന്താന്ന് വെച്ചാൽ ഈ പെട്ടി പാക്കിംഗ് ആണ്. വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ വെയിറ്റ് കറക്റ്റ് ആകുമോ, എല്ലാം സേഫായി തന്നെ നാട്ടിലെത്തുക, അങ്ങനെ ടെൻഷനോടെ ടെൻഷൻ. കൂടാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റിന്റെ ക്ഷീണം വേറെയും. അങ്ങനെ 2 ദിവസം കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി. ടൈം ഈവനിങ് ആയിരുന്നുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. 10 മിനിറ്റിൽ എത്തേണ്ട ഞാൻ അരമണിക്കൂർ എടുത്താണ് ബസ് സ്റ്റോപ്പിൽ എത്തിയത്. അങ്ങനെ കുറച്ച് ടൈമിൻ്റെ വെയിറ്റിങ്ങിനൊടുവിൽ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ പിക്കിംഗ് പോയിന്റിൽ ബസ് എത്തിച്ച ബസ് ഡ്രൈവർ മാതൃകയായി. സംഗതി UK എത്തിയിട്ട് 4ാമത്തെ വട്ടമാണ് നാട്ടിൽ പോകുന്നതെങ്കിലും എയർപോർട്ടിലോട്ട് ഈ നാഷണൽ എക്സ്പ്രസ് ബസ് പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. അത്യാവശ്യം സ്പേസ് ആൻഡ് കംഫർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നൊഴിച്ച് എന്താണെന്നല്ലേ, ബസ്സിൽ കയറിയപ്പോൾ മുതൽ തുടങ്ങിയത് കടുത്ത മൂത്രശങ്ക. ഒടുവിൽ അതെന്നെ ഇവിടെ എത്തിച്ചു. ഓടുന്ന ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബസ്സിൽ ഇത് ആദ്യമായിട്ടാണ്. ഉള്ളത് പറഞ്ഞ് അതിൻ്റെ ഒരു മടി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പണി കിട്ടിയത് പിന്നീടാണ്. യൂസ് ചെയ്യുന്ന മുന്നേ അടയുന്ന ക്ലോസറ്റ്, എത്ര നോക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ 18 അടവും നോക്കി എങ്ങനെയൊക്കെയോ കാര്യം സാധിച്ച് വെളിയിൽ ചാടി. അല്ലെങ്കിലും യൂസ് ചെയ്തിട്ട് ക്ലോസറ്റ് അടയ്ക്കാതെ പോകുന്നവർക്ക് ഇതൊരു പാഠം തന്നെ. പിന്നീട് ഒരു ഏകദേശം അരമണിക്കൂർ കൂടി ഉണ്ടായിരുന്നു എയർപോർട്ടിലോട്ട് കേട്ടോ. ആ അരമണിക്കൂറും ഞാൻ പ്രാർത്ഥിച്ചത് ഒന്നായിരുന്നു, ഇനി അതിന്റെ ഉള്ളിലോട്ട് കയറേണ്ടി വരല്ലേ ദൈവമേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിലെത്തി കേട്ടോ. ആശ്വാസമായി. ഇങ്ങനെ നേരെ പെട്ടിയെടുത്ത് ചെക്കിങ്ങിലോട്ട് നടന്നു. ബാക്കിയുള്ള യാത്രാവിശേഷവും സംഭവ വികാസങ്ങളും ആയിട്ട് അടുത്ത പാർട്ടി കാണാവേ. അപ്പോൾ ഞാൻ പോകുന്നു. ബൈ.